കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബങ്ങൾക്ക് വീണ്ടും ബാങ്കുകളുടെ ജപ്തി ഭീഷണി. കടബാധ്യതകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച മൊറട്ടോറിയം കാലാവധി കഴിഞ്ഞതോടെയാണ് ബാങ്കുകൾ ജപ്തി നടപടികൾ തുടങ്ങിയത്. ദുരിതബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളുമെന്ന സർക്കാർ പ്രഖ്യാപനം ഇതോടെ വെറുംവാക്കാവുകയാണ്. എൻഡോസൾഫാൻ വിഷമഴയായി പെയ്തിറങ്ങിയ കാസർകോട്ടെ ബെള്ളൂരിലെ നിരവധി കുടുംബങ്ങളാണ് ബാങ്കുകളുടെ ജപ്തി ഭീഷണി നേരിടുന്നത്. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സഹായം തികയാതെ വന്നതോടെ പലരും ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് ചികിത്സ നടത്തി. ഇപ്പോൾ ബാങ്കുകളുടെ ജപ്തി ഭീഷണി രോഗങ്ങൾക്കും കഷ്ടതകൾക്കും മീതെ ദുരിതമായി പെയ്യുകയാണിവിടെ. എൻഡോസൾഫാൻ്റെ ലിസ്റ്റിലുണ്ട്, എല്ലാം എഴുതി കൊടുത്തിരുന്നു. തള്ളൂന്ന് പറഞ്ഞിന്. അതിൻ്റെ ഇടയ്ക്ക് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിരുന്നല്ല, കെട്ടണം എന്നറിഞ്ഞിട്ട്. കുട്ടികൾ എൻഡോസൾഫാൻ ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ളതായിരുന്നു. കുട്ടികളെ ചികിത്സയ്ക്ക് വേണ്ടി 2010-11 വർഷത്തിൽ ഏകദേശം ഒരു 1.5 ലക്ഷം റുപ്യ പല ബാങ്കുകളിൽ നിന്നായി കടമെടുത്തിരുന്നു. ഇരകളുടെ കടബാധ്യതകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച മൊറട്ടോറിയത്തിന്റെ കാലാവധി കഴിഞ്ഞതോടെയാണ് ബാങ്കുകൾ ജപ്തി നടപടികൾ ആരംഭിച്ചത്. എൻഡോസൾഫാൻ ഇരകളുടെ വായ്പകൾ എഴുതിത്തള്ളുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിനുള്ള നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ദുരിത ജീവിതത്തിനൊപ്പം ജപ്തി ഭീഷണി കൂടിയാകുമ്പോൾ ഇരകളുടെ ജീവിക്കാനുള്ള ആഗ്രഹത്തിന് കൂടി വിലങ്ങു വീഴുകയാണിവിടെ. രജിൽ രാജ്, റിപ്പോർട്ടർ, കാസർകോട്.